ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാമറ വാങ്ങുമ്പോൾ അതാത് ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നേറ്റീവ് ലെൻസുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുണ്ടോ? താരതമ്യേന വില കുറഞ്ഞ തേർഡ് പാർട്ടി ലെൻസുകൾ ക്യാമറയ്ക്ക് സേഫ് ആണോ അല്ലെങ്കിൽ നല്ലതാണോ? എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി ലെൻസുകളോട് ആളുകൾക്ക് ഒരു സ്റ്റിഗ്മ ഉണ്ടാവുന്നത്? വെൽക്കം ടു ഫുഡ് ഫോർ ടോക്ക്. കാനോൺ, നിക്കോൺ, സോണി തുടങ്ങിയ എല്ലാ ബ്രാൻഡിലുള്ള ലെൻസുകൾക്കും പറ്റിയ തേർഡ് പാർട്ടി ലെൻസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സിഗ്മ, ടാമറോൺ, സെയ്സ്, ടോക്കിന, സാമ്യാങ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തേർഡ് പാർട്ടി ലെൻസ് മേക്കേഴ്സ്. നമുക്ക് ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട തേർഡ് പാർട്ടി ലെൻസ് മേക്കേഴ്സ്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ തേർഡ് പാർട്ടി ലെൻസുകളെ കുറിച്ചാണ്. തേർഡ് പാർട്ടി ലെൻസുകൾ എന്തുകൊണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവയുടെ പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, തേർഡ് പാർട്ടി ലെൻസുകൾ വർത്താണോ? ഉത്തരം ഒരു പരിധിവരെ അതെ എന്ന് തന്നെയാണ്. നേറ്റീവ് ലെൻസുകൾക്ക് നൽകാൻ കഴിയുന്ന ഇമേജ് ക്വാളിറ്റി, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള AF, അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല അപ്പർച്ചർ സെറ്റിങ്, ഇതൊക്കെ തന്നെയും ഒരു തേർഡ് പാർട്ടി ലെൻസുകൾക്ക് നൽകാൻ കഴിയും ഒരു പരിധിവരെ. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൊഫഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഹൈ എൻഡിലെ ഉള്ള ഒരു ക്യാമറ ലെവലിലേക്ക്, പ്രൊഫഷണൽ ക്യാമറകളിലേക്കൊക്കെ പോകുമ്പോൾ ബിൽഡ് ക്വാളിറ്റിയിൽ, അതുപോലെ തന്നെ ഇമേജിൻ്റെ ഔട്ട്പുട്ട് തരുന്ന കാര്യങ്ങളിലൊക്കെ ചില കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ടി വരും. ഒബ്വിയസ്ലി വില കുറവാണ് എന്നതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, വില കുറവായതുകൊണ്ട് ക്വാളിറ്റിയും കുറവായിരിക്കില്ലേ? അതെ, അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സത്യം അതാണ്. വില കുറയുമ്പോൾ ഒബ്വിയസ്ലി ക്വാളിറ്റിയും കുറയും എന്നുള്ളതാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേറ്റീവ് ആയിട്ടുള്ള ലെൻസുകൾ തരുന്ന ഒരു ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ലെൻസ് കമ്പോണൻസിൻ്റെ ഒക്കെ ക്വാളിറ്റി, ലെൻസിൻ്റെ മൊത്തത്തിലുള്ള ബിൽഡ് ക്വാളിറ്റി എല്ലാം ഈ തരത്തിലുള്ള തേർഡ് പാർട്ടി ലെൻസുകൾക്ക് കുറവായിരിക്കും എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ അല്ലെങ്കിൽ ഒരു ലെൻസിൻ്റെ വിലയും കുറയാനുള്ള കാരണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, പിന്നെ എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി ലെൻസുകൾ? നോ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇഷ്ടം പോലെ സെലക്ഷൻ. തേർഡ് പാർട്ടി ലെൻസുകളുടെ പ്രധാന അഡ്വാൻറ്റേജ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ലെൻസുകൾ അല്ലെങ്കിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫോക്കൽ ലെങ്തിലൊക്കെ ലെൻസുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രൈം ലെൻസുകളിൽ 24mm, 35mm, 50mm, 85mm അങ്ങനെ ഒരുപാട് ഫോക്കൽ ലെങ്തിൽ വരുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോക്കൽ ലെങ്തിൽ ഒക്കെ പ്രൈം ലെൻസ് മിക്ക തേർഡ് പാർട്ടി ലെൻസ് ബ്രാൻഡുകളിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് റോക്കിനോൺ എന്ന കമ്പനി പുറത്തിറക്കുന്ന 24mm വരുന്ന ലെൻസ്, f1.4 അപ്പർച്ചറുള്ള ഈ ലെൻസ് ആസ്ട്രോ ഫോട്ടോഗ്രാഫേഴ്സിന് വളരെ പ്രിയപ്പെട്ട ഒരു ലെൻസാണ്. വിലയും താരതമ്യേന കുറവാണ് എന്നുള്ളതാണ്. ഈ ഒരു ഫോക്കൽ ലെങ്തിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്പർച്ചർ സെറ്റിംഗിൽ ഇത്രത്തോളം ക്വാളിറ്റി തരുന്ന ഒരു ലെൻസ് മറ്റു ബ്രാൻഡുകൾക്കില്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല ലെൻസ് മേക്കേഴ്സിനുള്ളിലും ഇല്ല എന്നുള്ളതാണ്. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ കാനോണും നിക്കോണും പുറത്തിറക്കുന്ന 70-200mm f2.8 അപ്പർച്ചർ തരുന്ന നമ്മുടെ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ കയ്യിലുള്ള വളരെ വളരെ നല്ലൊരു ഇമേജ് ക്വാളിറ്റി തരുന്ന ഒരു ലെൻസ്, തേർഡ് പാർട്ടി ലെൻസ് ഈ ഒരു ഫോക്കൽ ലെങ്തിൽ തന്നെ, അതായത് 70-200mm ഫോക്കൽ ലെങ്തിൽ f2.8 വരുന്ന ലെൻസുകൾ സിഗ്മയും ടാമറോണും ഒക്കെ പുറത്തിറക്കുന്നുണ്ട്. വില വളരെ കുറവാണ് തന്നെ. ഇനി ബിഗിനർ ലെവലിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാമറ കാനോണോ നിക്കോണോ അതേതായാലും അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബിഗിനർ ലെവലിലുള്ള കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ടുള്ള കുറച്ച് തേർഡ് പാർട്ടി ലെൻസുകളെ നമുക്ക് പരിചയപ്പെടാം. ടാമറോണിൻ്റെ 18-200mm വരുന്ന ഒരു ലെൻസാണ്. f3.5-6.3 ആണ് ഇതിൻ്റെ ഒരു അപ്പർച്ചർ സെറ്റിംഗ്. വൈബ്രേഷൻ കോമ്പൻസേഷൻ ഉള്ള ലെൻസാണ്. കാനോണിൻ്റെ EF മൗണ്ട് അല്ലെങ്കിൽ APS-C സെൻസർ ഫോർമാറ്റിലുള്ള ക്യാമറകൾക്ക് വേണ്ടിയിട്ട് വരുന്ന ലെൻസാണ്. വൈഡ് ആംഗിൾ ഡിസ്റ്റോർഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈബ്രിഡ് ആസ്ഫറിക്കൽ ലെൻസ് എലമെൻറ്റ് ഉള്ള ഒരു ടെക്നോളജി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ക്രോമാറ്റിക് അബ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജസ് കിട്ടുന്നു എന്നുള്ളതാണ്. വില കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഏതാണ്ട് 16,000-17,000 രൂപയെ ഈ ഒരു ലെൻസിന് വരുന്നുള്ളൂ എന്നുള്ളതാണ്. കാനോൺ EF മൗണ്ട് ക്യാമറകൾ യൂസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ടുള്ള ഒരു ലെൻസ് തന്നെയാണ് ഈ പറഞ്ഞ ടാമറോണിൻ്റെ 18-200mm വരുന്ന വൈബ്രേഷൻ കോമ്പൻസേഷൻ ഉള്ള അല്ലെങ്കിൽ VR ഉള്ള ഈ ഒരു ലെൻസ്. മറ്റൊരു ലെൻസും ടാമറോണിൻ്റെ തന്നെ 70-300mm ഫോക്കൽ ലെങ്ത് വരുന്ന നിക്കോണിൻ്റെ DX ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ APS-C സെൻസർ ഫോർമാറ്റിലുള്ള ക്യാമറകൾക്ക് പറ്റിയ ലെൻസാണ്. ഈ പറഞ്ഞ ടാമറോൺ 70-300mm ആണ് ഫോക്കൽ ലെങ്ത്. f4-5.6 ആണ് ഇതിൻ്റെ ഒരു അപ്പർച്ചർ സെറ്റിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു ലെൻസാണ്. പിന്നെ ഈ ഒരു ലെൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് മാക്രോ പ്ലസ് ടെലിഫോട്ടോ രണ്ടും ഒരു ലെൻസിൽ തന്നെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള ഫോട്ടോഗ്രാഫിക്കും പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാക്രോ ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്ക് അതും ഈ ലെൻസിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനും ഈ ലെൻസ് ഉപകരിക്കും എന്നുള്ളതാണ്.
സിഗ്മ 30mm f1.4 കണ്ടംപററി DC വരുന്ന ലെൻസാണ്. വൈബ്രേഷൻ കോമ്പൻസേഷൻ ഉള്ള ലെൻസാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഫോക്കസിങ് എബിലിറ്റി ഉള്ള ഒരു ലെൻസ് തന്നെയാണ്. ഇത് 2 മൗണ്ട് അല്ലെങ്കിൽ കാനോൺ മൗണ്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ സോണിയുടെ ഈ മൗണ്ടും ഈ ഒരു ലെൻസ് അവർ പുറത്തിറക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ 26,000 ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് വില കൂടുതലാണ് എങ്കിലും വളരെ നല്ല ഒരു ലെൻസ് തന്നെയാണ്. സോണിയുടെ മിറർലെസ് സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലെൻസാണ്. സ്പെറിക്കൽ അബ്രേഷനും അതുപോലെ തന്നെ എന്താ പറയുക ക്രോമാറ്റിക് അബ്രേഷനും ഡിസ്റ്റോർഷനും എല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ടെക്നോളജി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതലുള്ള ഒരു ലെൻസാണ്. നല്ല ഔട്ട്പുട്ട് തരുന്ന ഒരു ലെൻസ് തന്നെയാണ് സിഗ്മയുടെ 30mm 1.4 അപ്പർച്ചറുള്ള ഈ ഒരു പ്രൈം ലെൻസ്. ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലെൻസുകളിൽ ഏറ്റവും വിലക്കുറവുള്ള ഒരു പ്രൈം ലെൻസ് ഏതാണ്ട് 5000 സംതിങ് രൂപ മാത്രം വില വരുന്ന യോഗ്നോ എന്ന് പറയുന്ന ഒരു 1.8 അപ്പർച്ചറുള്ള ഒരു ലെൻസ്. യോഗ്നോ എന്ന് തന്നെയാണോ അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നറിയില്ല. ഈ ഒരു ലെൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5000 രൂപ എന്നുള്ള ഒരു പ്രൈസിൽ തന്നെ ഒരു ഓട്ടോ ഫോക്കസ് ഉള്ള ലെൻസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സിഗ്നൽ കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് മെറ്റൽ കോട്ടിങ് അല്ലെങ്കിൽ ഗോൾഡ് കോട്ടിങ് കോണ്ടാക്ട്സിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുത്തുന്നത്. പോർട്രേറ്റിന് പറ്റിയ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് പറ്റിയ കുറച്ചും കൂടെ ബിഗ് ഓപ്പണിംഗ് ഉള്ള ഒരു ലെൻസാണ്. കമ്പാരിറ്റീവ്ലി ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ലെൻസുകൾക്ക് എല്ലാം ഒരു 10,000 രൂപീസിന് അടുത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചീപ്പായിട്ട് ലെൻസ് വാങ്ങാനായിട്ട് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ കാനോൺ മൗണ്ടിൽ കുറച്ച് ചീപ്പായിട്ടുള്ള EF മൗണ്ടിൽ വരുന്ന ലെൻസ് നോക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ലെൻസ് തന്നെയാണ് ഈ പറഞ്ഞ യോഗ്നോ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ലെൻസ്. അപ്പോൾ തേർഡ് പാർട്ടി ലെൻസുകളെ കുറിച്ചും അല്ലെങ്കിൽ അതിനോടുള്ള ആളുകളുടെ ഒരു അകൽച്ച നമുക്ക് കുറച്ച് എന്തുകൊണ്ട് തേർഡ് പാർട്ടി ലെൻസുകൾ വാങ്ങണം എന്നതിനെക്കുറിച്ചും ഒക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ പരമാവധി കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. സംശയങ്ങൾക്ക് നമ്മൾ പരമാവധി മറുപടി കൊടുക്കുന്നതാണ്. Bye for now, stay tuned, and this is Food for Talk.